മക്കയിലെത്തിയ ഹാജിമാർക്ക് ഊഷ്മള സ്വീകരണം ഒരുക്കിയ മലയാളി സന്നദ്ധ പ്രവർത്തകർ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വോളണ്ടിയർമാരെത്തി മക്കയിലെ താമസ സ്ഥലത്താണ് സ്വീകരണം നൽകിയത്. അപ്രതീക്ഷിതമായി ലഭിച്ച സ്വീകരണത്തിൽ സംതൃപ്തരാണ് മലയാളി ഹാജിമാരും. ഹാജിമാരെത്തുന്നതിന് മുമ്പേ നിറഞ്ഞിരുന്നു അസീസിയിലെ താമസ കേന്ദ്രം. അള്ളാഹുവിന്റെ അതിഥികൾ എത്തിയതോടെ ഗാനമാലപിച്ച് ഹാജിമാരെ സ്വീകരിച്ചു. ഫ്രൂട്ട്സ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, കഞ്ഞിയടക്കമുള്ള ഭക്ഷണം നൽകിയിട്ടാണ് KMCC ഹാജിമാരെ സ്വീകരിക്കുന്നത്. ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ KMCCയുടെ വോളണ്ടിയർമാർ ഇന്നു മുതൽ പ്രവർത്തന സജ്ജരാണ്. ആദ്യ ഹാജി കഴിഞ്ഞ 18-ാം തീയതി മദീനയിൽ ഇറങ്ങിയത് മുതൽ KMCCയുടെ സൗദി KMCC കീഴിലുള്ള വോളണ്ടിയർമാർ മദീനയിലും ജിദ്ദയിലും പരിശുദ്ധ മക്കയിലും സേവന നിരതരായി ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നുണ്ട്. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ മതസംഘടനകളുടെ മാതൃസംഘടനകളാണ് സ്വീകരണത്തിനെത്തിയത്. ഇവിടെ കാണുന്നത് പോലെ നിരവധി നൂറുകണക്കിന് പ്രവർത്തകർ അസീസിയിലും മക്കയുടെ വിവിധ പ്രാന്തപ്രദേശങ്ങളിലും സെക്ടറുകളാക്കി തിരിച്ചുകൊണ്ട് ഓരോ ക്യാപ്റ്റന്മാരുടെ കീഴിലിറങ്ങുന്നുണ്ട്. ICFRCക്ക് കീഴിൽ മെഡിക്കൽ വിങ്, അതുപോലെ വീൽചെയർ വിങ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഹാജിമാരെ വരവേറ്റു. ഹാജിമാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അവർക്ക് വീൽചെയർ ആവശ്യമുള്ളവർക്ക് വീൽചെയറുകൾ എത്തിക്കും. പിന്നെ അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കും. ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകും. ഹാജിമാർക്ക് വിവിധ സേവനങ്ങളാണ് വളണ്ടിയർമാർ നൽകുന്നത്. മക്ക OICC സജീവമായി ഹാജിമാർ സേവനത്തിന് വേണ്ടി സന്നദ്ധരാണ്. പ്രത്യേകമായി രൂപീകരിച്ച മെഡിക്കൽ വിങ്ങും അതുപോലെ തന്നെ വോളണ്ടിയർ കോറും ഒക്കെ വളരെ വിപുലമായ രീതിയിൽ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും മക്കയിൽ ഹാജിമാരുടെ സേവനത്തിനുണ്ടാകും. വ്യത്യസ്ത സേവനങ്ങളുമായി വരും ദിവസങ്ങളിലും സജീവമാകും. ശക്തമായ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും നിയമങ്ങൾ പാലിച്ചാണ് സന്നദ്ധ പ്രവർത്തകർ സേവനത്തിനിറങ്ങുന്നത്. മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.